ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു കറീൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചക്കക്കുരു മുരിങ്ങയിലയാണ് കറി. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. അപ്പോൾ കൂട്ടുകാരാരെങ്കിലും പുതുതായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കുറച്ച് ചക്കക്കുരു നല്ലോണം തൊലിയും കാര്യങ്ങളൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുക കേട്ടോ. ചക്കക്കുരുവിൻ്റെ പുറംതൊലി കളഞ്ഞിട്ട് പിന്നെ ഉള്ളിലൊരു തൊലി ഉണ്ടല്ലോ, അപ്പോൾ അത് ഞാൻ ചെറുതായിട്ടൊന്ന് കളഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതും കൂടെ അതിലിരിക്കട്ടെ, അതിൻ്റെ വിറ്റാമിൻസും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവുമല്ലോ. അപ്പോൾ അത് മൊത്തത്തിൽ കളയണ്ടല്ലോ വിചാരിച്ചിട്ട് അത് ചെറുതായിട്ടൊന്ന് കളഞ്ഞ് നടു കീറിയെടുത്തിട്ട് ആണ് എടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും ചെയ്യും. അങ്ങനെ ആവശ്യമായിട്ടുള്ള ചക്കക്കുരുവൊക്കെ നല്ലോണം തൊലിയും കാര്യങ്ങളൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കറിക്കുള്ള ചക്കക്കുരു ആവശ്യത്തിനുള്ളത് നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനി നല്ല വെള്ളത്തിലിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കണം കേട്ടോ. ഇതിൻ്റെ ചെറിയ കറയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് പോകണ വരെ നല്ലോണം കഴുകി എടുക്കണം. അപ്പോൾ വെള്ളത്തിലിട്ട് നല്ലോണം കഴുകിയതിന് ശേഷം പിന്നെ കുക്കറിലാണ് കേട്ടോ വേവിക്കുന്നത്. കുക്കറിലാകുമ്പോൾ നല്ലോണം പെട്ടെന്ന് വെന്ത് കിട്ടും ചെയ്യും, ഉടയ്ക്കാനും നല്ല സുഖമാവും. അപ്പോൾ കുക്കറിൽ ഇട്ടതിന് ശേഷം പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ആവശ്യമായ വെള്ളവും ചേർത്ത് കുക്കറിലിട്ട് നല്ലോണം വേവിച്ചെടുക്കുക. ആ സമയം കൊണ്ട് മുരിങ്ങയില നന്നാക്കി എടുക്കാം. അപ്പോൾ ഒരുപാട് മുരിങ്ങയില ഉണ്ട്, അപ്പോൾ അത് ഒന്ന് നന്നാക്കി എടുക്കട്ടെ. അപ്പോൾ ഇതിൽ ചെറുതായിട്ട് മാറാലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നല്ലോണം തട്ടിയിട്ട് വേണം എടുക്കാൻ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് മുരിങ്ങയില ഊരാൻ തുടങ്ങിയത്. അപ്പോൾ മുരിങ്ങയില ആവശ്യമായത് ഊരിയെടുത്തു. മുരിങ്ങയിലൊക്കെ ഊരിയെടുത്ത് കഴിഞ്ഞപ്പോൾ ഇതാ കുക്കർ പൊക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു 5-6 വിസിലൊക്കെ അടുപ്പിച്ചിട്ടോ. അപ്പോൾ നല്ലോണം വെന്തോട്ടെ വിചാരിച്ചു. അപ്പോൾ വിസിലൊക്കെ ഒന്ന് അറിയതിന് ശേഷം കുക്കർ തുറന്ന് നോക്കിയപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ഉടച്ചെടുക്കണം. ഉടച്ചെടുത്താലാണ് നല്ല കുറുകിയൊരു കറി കിട്ടുള്ളൂ കേട്ടോ. തേങ്ങയും കാര്യങ്ങളൊന്നും അരക്കണില്ലല്ലോ. അപ്പോൾ ഒരു കുറുകിയൊരു കറി കിട്ടണം. അപ്പോൾ നല്ലോണം ഉടച്ചതിന് ശേഷം ഇതിക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കേട്ടോ. വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് തിളച്ചപ്പോൾ ആവശ്യത്തിനുള്ള മുരിങ്ങയില ഇട്ട് കുറച്ച് സമയം അടച്ച് വെച്ച് വേവിച്ചു. അപ്പോൾ മുരിങ്ങയില തന്നെ കുറേ സമയം വേകേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് സമയം ആകുമ്പോഴേക്ക് തന്നെ മുരിങ്ങയിലൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ മുരിങ്ങയില ഇതാ നല്ലോണം വെട്ടി തിളച്ച് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി കറി വറുത്തിടാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, കടുക് ഇട്ടു. ഇതിലേക്ക് വേറെ സാധനങ്ങളൊന്നും ചേർക്കണില്ല. അപ്പോൾ സ്വാദിഷ്ടമായ മുരിങ്ങയില ചക്കക്കുരു കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.